ഗീതാഗോവിന്ദം സീരിയലിലെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മയും ഭദ്രനും തമ്മിൽ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരൊരു ഡീലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഭദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് അനാർക്കലിയാണ് മാധവിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ കൈക്കലാക്കിയെന്നാണ്. പക്ഷേ ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ ശരിക്കും നിങ്ങളും, അതായത് രാധികയും നമ്മുടെ ഈ അനാർക്കലിയും ചേർന്നിട്ടാണ് നടത്തിയെന്നുള്ള സത്യം ഭദ്രൻ അറിയുകയാണ്. അപ്പോൾ ഈ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈ ഭദ്രൻ ഇതൊക്കെ അറിഞ്ഞല്ലോ എന്നുള്ള രീതിക്ക് ഞെട്ടി കോരി തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ രാധികാമ്മ. അങ്ങനെ പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഭദ്രൻ പറയുകയാണ്, അവർക്ക് 10 കോടി കൊടുക്കുകയൊന്നും വേണ്ട, അവർക്ക് എത്ര കൊടുത്താലും അവരെ നമുക്ക് അറിയണമല്ലേ, ഇനിയും ഓരോ ഡീല് വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കണതിൻ്റെ ഒരു പകുതി, ഒരു 5 കോടി എനിക്ക് തന്നാൽ മതി, ഞാൻ അനാർക്കലിയെ ഒതുക്കിക്കൊള്ളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, ഇത്രയും കാലം പറഞ്ഞൊന്നും നിങ്ങൾ നടത്തിയില്ലല്ലോ, ഇനിയിപ്പോൾ ഇതാണോ നിങ്ങൾ നടത്താൻ പോണേന്ന് ചോദിക്കുകയാണ് കേട്ടോ രാധികാമ്മ. അപ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യമാകുമ്പോൾ എനിക്കത് പിന്നെ എൻ്റെ മോൾ തന്നെയല്ലേ, എനിക്കും മോളോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഓ നിങ്ങൾക്കും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ പറയാണ്. ഭദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സെൻറ്റിമെൻറ്റ്സ് ഇല്ലേ, അപ്പോൾ പിന്നെ എന്താ എനിക്ക് ആയിക്കൂടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ ഒരു ധാരണയിലെത്തുകയാണ്, 5 കോടി തരാം, അനാർക്കലി ഒതുക്കുക എന്നുള്ള ധാരണയിലെത്തുകയാണ്. അങ്ങനെ ആ സീൻ കഴിയുന്നു. ശേഷം നമ്മുടെ ഗീതുവും ഗോവിന്ദും നമ്മുടെ ഗീതുവിൻ്റെ വീട്ടിലേക്ക് കാറിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഗീതു ഇങ്ങനെ കീ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ചവിട്ടിയുടെ അടിയിലേക്ക്. എന്നിട്ട് ഗീതു ഗോവിന്ദനെ നോക്കി കാണിക്കുന്നുണ്ട് കീ അവിടെ ഇല്ലയെന്ന്. അപ്പോൾ ഗോവിന്ദനാകെ ഇനി എന്താ ഇപ്പോൾ ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഗീതു വീണ്ടും ചിരിച്ചുകൊണ്ട് കീ എടുത്തിട്ട് ടെൻറ്റഡാൻ പറഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദന് സന്തോഷമാവും. എന്നിട്ട് രണ്ടാളും കൂടി വേഗം വന്ന് ഡോറ് സന്തോഷത്തോടെ തുറക്കും. എന്നിട്ട് അങ്ങനെ ഗോവിന്ദ് സന്തോഷം കൊണ്ട് ഗീതുവിനടുത്ത് റൊമാൻറ്റിക്കൊക്കെ ആയി വേഗം റൂമിലേക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് വലിയ എന്തോ കാര്യം ചെയ്യാനുള്ള പോലെ തിരക്ക് പിടിച്ച് റൂമിലേക്ക് കയറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഗീതു പറയണം, എനിക്ക് നന്നായി വിശന്നിട്ട് വയ്യാന്ന് പറയുന്നത്. വാ ഇപ്പം എന്ത് വിഷമായിട്ട് തരാൻ പറഞ്ഞു പോകുമ്പോൾ, അതല്ല, ആ വിശപ്പല്ല, എനിക്ക് നന്നായി വിശക്കണോ, വിശന്നാൽ ഞാൻ കിടന്നുറങ്ങിപ്പോകുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് അവർ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കുറേ ഡ്രിങ്ക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയും, നിൻ്റെ അച്ഛൻ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് എൻജോയ് ചെയ്യുകയാണെന്നാണ് തോന്നണേന്നൊക്കെ പറഞ്ഞിങ്ങനെ കുപ്പി എടുത്ത് കുടിക്കാനായിട്ട് പോകുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കുടിക്കണ്ട പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ചിക്കൻ ഉണ്ടാവും. കോഴി പറയും കേട്ടോ നമ്മുടെ ഗീതു. എന്നെയാണോ തുറന്ന് ചോദിക്കുമ്പോൾ, അല്ലാതെ ചിക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്കിത് എന്തെങ്കിലും ചെയ്തിട്ട് കഴിക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ കിച്ചണിലേക്ക് പോവുകയാണ് ആഹാരം ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് അവിടെ കിച്ചണിൽ പൊടി പൂരാണ് റൊമാൻസിൻ്റെ. ഗോവിന്ദാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാളും കൂടി അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇളക്കുകയാണ്. കറിയാണെങ്കിൽ ഓരോ പൊടികൾ അതിൽ ചേർക്കുമ്പോഴും റൊമാൻറ്റിക് രീതിയിലാണ് അവർ ഫുഡ് ഉണ്ടാക്കണത് കേട്ടോ, പൊടികളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നത്, ഇതെന്താ എനിക്ക് നേരത്തെ തോന്നാനേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അവർ കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ്ട് ആ മാവ് എടുത്ത് കുഴയ്ക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് മാവ് എന്ന് പറയുമ്പോൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കിയെന്ന് പറയും കേട്ടോ. എനിക്കതൊന്നും അറിയില്ല പറയും. അപ്പോൾ ഗീതു പറയാം, നിങ്ങൾക്ക് പിന്നെ വേണ്ടോന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാവ് എടുത്ത് കൊടുത്തിട്ട് പറയും, ഇതിലിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതിയെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഗീതു കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഗോവിന്ദ് കുറേ വെള്ളം ഒഴിക്കും മാവിൽ. ആ ഉള്ള മാവ് മൊത്തം ഇട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശയുടെ പരുവത്തിലാണ് കുഴക്കുക കേട്ടോ. അപ്പോൾ ഗീതു പറയാം, അയ്യോ അതിന് മൊത്തം നശിപ്പിച്ചത് എന്തേ നിങ്ങൾ ഈ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ, കുഴയ്ക്കുക, ഇത് ചപ്പാത്തിക്ക് ഇങ്ങനെയൊന്നും അല്ല, എന്നാൽ ശരി ഇത്തിരി പൊടി ഇടാവറെന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിൽ ഒട്ടും പൊടി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും, എന്നാൽ പിന്നെ നമുക്ക് ചപ്പാത്തി വേണ്ട, നമുക്ക് ദോശ ഉണ്ടാക്കാം, വേണ്ട ദോശ ഉണ്ടാക്കാൻ പറയും കേട്ടോ. അങ്ങനെ അവർ ദോശ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറിച്ചിടാനായിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ പൊക്കിയെടുത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഗീതു എല്ലാ കാര്യങ്ങളും ചെയ്യണം, പൊക്കിയെടുത്തുകൊണ്ട് ഗീതു അപ്പോൾ ദോശ മറിച്ചിടുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കുറേ സീനൊക്കെ ഉണ്ടാവുന്നുണ്ട്, നല്ല റൊമാൻറ്റിക്കായിട്ട്. അങ്ങനെ അതിനുശേഷം അവർ കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ.
എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, ഓ ഇത്രയും വൃത്തികെട്ട ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ഗോവിന്ദ് പറയും, എന്ത് നല്ല ടേസ്റ്റാണ്, ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല പറയുമ്പോഴാണ് ഗീതു അങ്ങനെ പറയണേ കേട്ടോ. പ്രത്യേകിച്ച് ഈ ദോശ, ഇത്രയും വൃത്തികെട്ട ദോശ, ഇത് എന്ത് ദോശയെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ചുമക്കണ പോലെ കാണിച്ചിട്ട്, എനിക്ക് ഇത്തിരി തണുത്ത് എന്തോ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എന്നെ വീണ്ടും പോകാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഗീതു പറയും, ആ വെള്ളം കൂടി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തും കേട്ടോ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കും. എന്നിട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോൾ പോലും റൊമാൻറ്റിക് ആയിട്ടാണ് കൈ കഴുകുന്നത്. ഗീതവും ഗോവിന്ദും ഒരുമിച്ചാണ് കൈ കഴുകണേ കേട്ടോ. എന്നിട്ട് അങ്ങനെ കഴുകി തുടയ്ക്കും. പിന്നെ രണ്ടാളിങ്ങനെ കണ്ണിലേക്ക് നോക്കി ആ റൂം അവിടെ മൊത്തം ഹാളിലേക്ക് ഇങ്ങനെ ഓടി ഓടി കളിക്കും. അങ്ങനെ ലാസ്റ്റ് ഗീതുവിനെ പൊക്കിയെടുത്തുകൊണ്ട് ഗോവിന്ദ് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അവരുടേതായിട്ടുള്ളൊരു ലോകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗീതുവിനെ വാരി പുണർന്ന് എടുത്ത് ബെഡിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദ് കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും പുറത്തുനിന്ന് ഒരു വിളി കേൾക്കും. കള്ളൻ, ആരാണ് ഉള്ളിലിരിക്കണേന്ന് പറഞ്ഞ് നമ്മുടെ ഗീതുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വന്ന് കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. വീട്ടിൽ കള്ളൻ കയറി എന്നുള്ള രീതിക്ക്, ആരോ ഉള്ളിലിരിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അവരുടെ കയ്യിൽ വെട്ടുകത്തി വാളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ട് ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള എല്ലാം മൊത്തം തകർന്ന് അവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതി എണീച്ചിട്ട് ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താവുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അവരെ പിടിക്കുമോ അതോ ഇനി എങ്ങനെ ഇവർ രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അങ്ങനെ അവരുടെ ഇപ്രാവശ്യവും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഇനി അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട മതി പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.